ശബരിമലയിൽ ഞാൻ കണ്ടിടത്തോളം ഈ വെറുതെ എല്ലാ വിവാദങ്ങളും ഉണ്ടാകുന്നു. അതിലൊരു ഫോക്കസ് ഉണ്ട്. ഞാനതിൻ്റെ മാപ്പ് നോക്കി. ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം, ഇത് കേൾക്കുന്ന ആർക്കും നോക്കാം. ശബരിമലയ്ക്ക് ചുറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇടവകയ്ക്ക് ഒരു പള്ളി, ഓർത്തഡോക്സുകാർക്ക് ഒരു പള്ളി, മലങ്കരക്കാർക്ക് അങ്ങനെയാണല്ലോ. ശബരിമലയ്ക്ക് ചുറ്റും മാത്രം 138 പള്ളിയാണ്. അതെങ്ങനെ വന്നു? അത്രമാത്രം ക്രിസ്ത്യാനികൾ ഈ കാനന പ്രദേശത്തുണ്ടോ? ഇതിൻ്റെ പേരാണ് സ്റ്റോക്കിംഗ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മതം നിർഭാഗ്യവശാൽ ക്രിസ്തുമതമാണ്. മൂകാംബികയ്ക്ക് ചുറ്റും ഞാൻ മനസ്സിലാക്കി, മൂകാംബിക എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ കൂടുതലായി വരുന്നു എന്ന് കണ്ടാൽ, ആ ക്ഷേത്രം ജാതിഭേദത്തിന് അതീതമാണെന്ന് കണ്ടാൽ, മൂകാംബികയും ശബരിമലയും പ്രത്യേകത ഒരുപോലെയാണ്. ക്രിസ്ത്യാനിക്കും വരാം, പുരത്തിൽ കുഞ്ഞബ്ദുലിക്കും വരാം, യേശുദാസിനും വരാം, ഇളരാജിക്കും വരാം, ആർക്കും വരാം. അയ്യപ്പനും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ഇവർ ഫോക്കസ് ചെയ്തിട്ട് ചുറ്റും ഇവർ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്ഥലം വാങ്ങോടെ അവിടെ പള്ളികൾ നിറയും ചുറ്റും. നമ്മൾ അറിയില്ലത് വേർജിൻ. ഇതാണ് ശബരിമല ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യത്തിൽ അയ്യപ്പൻ ഫിസിക്കലിയും ബന്ധനസ്ഥനാണ്. ക്ഷേത്രം ഒരു നിമിഷം ഇപ്പോൾ ഉള്ള സിസ്റ്റം തകരാൻ വേണ്ടിയാണ് ഇപ്പോൾ. അതാണ് CSI ഫാദറായിട്ടുള്ള മറ്റീർ അന്നേ 1880കളിലെ ബുക്കാണത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ ഇന്നത്തെ ഒറാക്കിൾസ് ആയിരിക്കുന്ന മലയരന്മാർ ശബരിമലയുടെ പടിക്ക് താഴെ അവരുടെ ചെലമ്പും വാളും വെച്ചിട്ട് സ്ഥാനം ഒഴിഞ്ഞു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവർ ക്രിസ്തു മതത്തിലേക്ക് മാറി എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സജീവനോ രാമനോ പിന്നെ കൃഷ്ണനോ പേരിട്ടവരെല്ലാം ഹിന്ദുക്കളാണെന്ന് വിചാരിക്കരുത്. അവരുടെ ഈ വാദത്തിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആശയപരമായിട്ട് മതം മാറിയവർ ശബരിമല ക്ഷേത്രത്തെ അധികം താമസിക്കാതെ കൈയാളാൻ വേണ്ടിയുള്ള ഒരു ഡിസൈൻ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ഡിസൈൻ എതിർക്കുന്നുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ തന്ത്രത്തോട് ചേർന്ന് നിൽക്കേണ്ടി വരുന്നത്. അല്ലാതെ അത് അവർ ചെയ്യുന്ന ശുദ്ധമാണെന്നുള്ളതുകൊണ്ടല്ല, അവർ ചെയ്യുന്ന പൂർണ്ണം ശരിയെന്ന അർത്ഥത്തിലല്ല. ശബരിമല രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ശബരിമല ഒരു ക്യാപ്റ്റീവാണിപ്പോൾ. ചുറ്റോട് നിങ്ങൾ നോക്കിക്കോളൂ. അവിടെയുള്ള നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, പറയുന്ന ഏതെങ്കിലും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അവിടെയുള്ള സ്ഥലങ്ങൾ കാട് കയറിയിട്ട് എത്ര എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്, എത്ര അടിയാധാരത്തിൽ ആരുടെ പേരാണ്, ഇപ്പോൾ ആരുടെ കയ്യിലാണ്. അതിന് ഉദാഹരണമാണ് തിരുവോണമല. മലപ്പുറത്തെ തിരുവോണമല ഞാൻ പോയതാണ് നേരിട്ട പ്രക്ഷോഭത്തിന്. ആ തിരുവോണമലയിൽ 700 ഏക്കർ സ്ഥലത്തിൽ പകുതി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ പേരിലും പകുതി ഷേർലി ജോസഫ് എന്ന് പറഞ്ഞ പേരിലുമാണ്. ക്ഷേത്രത്തിന് ഒരാളുടെ പേരാണ് ഷേർലി ജോസഫ്. നോക്കുമ്പോൾ അടിയാധാരം മാറ്റിയതാണ്. നഗ്നമായി ഇപ്പോൾ നമ്മുടെ ഇയാൾ മരിച്ചല്ലോ, നമ്മുടെ ഗാഡ്ഗിൽ മരിച്ചപ്പോൾ 50 പേര് പോയില്ല പങ്കെടുക്കാൻ. അതെ, മാധവ് ഗാഡ്ഗിൽ, ഈ പ്രകൃതിക്ക് വേണ്ടി സംസാരിച്ച മാധവ് ഗാഡ്ഗിൽ മരിച്ചപ്പോൾ 50 പേര് പോയില്ല. VIPs ആരും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എല്ലാവരുടെയും നാഥൻ ഈ വലിയ സഭകളാണ്.